പ്രൈസ് ലോർഡ്. ദ ഷെപ്പേർഡ്സ് ആർമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യശയ്യാപ്രവചനം 46-ാം അധ്യായം 10-ാം വാക്യം. ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു, എൻ്റെ ആലോചന നിവൃത്തിയാകും. മനുഷ്യൻ്റെ ചിന്താശക്തികൾക്ക് ഒരു പരിമിതിയുണ്ട്. നമുക്ക് നാളേക്ക് വേണ്ടി കരുതുവാനും പ്രവർത്തിക്കുവാനൊക്കെ സാധിക്കും. നാളെ എന്തായിത്തീരണമെന്ന് നാം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ പരിശ്രമം കൊണ്ടും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ഒക്കെ നമുക്കതിലെത്തിച്ചേരുവാൻ സാധിക്കും. എന്നാൽ പൂർണ്ണമായും നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇന്ന് ജനിച്ച ഒരു ശിശു നാളെ എന്തായിത്തീരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് അടുത്ത എത്ര വർഷക്കാലം ജീവിക്കുവാൻ സാധിക്കും, എന്തെല്ലാം ചെയ്യുവാൻ സാധിക്കും എന്നൊന്നും നമുക്ക് മുൻകൂട്ടി കാണുവാൻ കരുതുവാനൊന്നും സാധിക്കില്ല. ദൈവത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തി മാത്രമേ ലോകത്തിലുള്ളൂ. അത് ദൈവമാണ്. സാരത്തെയും തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് നിയന്ത്രിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ ആലോചനപ്രകാരം ജീവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാനും അവർക്ക് നല്ല നാളെ നൽകി കൊടുക്കുവാനും ദൈവത്തിന് കഴിയും. ആ ദൈവസന്നിധിയിൽ നമുക്ക് ഇന്ന് പകൽക്കാലം സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് യശയ്യാപ്രവചനം 46-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം കാണുന്നത് ബാബിലോണിൽ അടിമകളായിരുന്ന ഇസ്രായേൽ മക്കള് ബാബിലോണിയ അധികാരവും അവരുടെ ഗർവവും നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് ദൈവം തൻ്റെ ദാസനിലൂടെ അവരോട് അരുളി ചെയ്തതാണ്, നിങ്ങളുടെ ഈ കഷ്ടത എന്നേക്കും നിലനിൽക്കുകയില്ല. അതിനൊരു പരിമിതിയുണ്ട്, അതിനൊരു അവസാനമുണ്ട്, നിങ്ങൾക്കൊരു ശുഭകാലം വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെപ്പറ്റിയുള്ള ഭാവി ദൈവത്തിനറിയാം. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. ദൈവം ഇന്നത്തെ അവസ്ഥകൾക്ക്, സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുമെന്ന് അവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ സോവറിനിറ്റിയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരിയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് ഹിസ്റ്ററി ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്. ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അറിയാവുന്ന ഒരു വ്യക്തി, അത് ദൈവം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വായിക്കുന്നത് ദൈവവചനത്തിൽ നിന്നുമാണ്. ആ ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിനെ തൻ്റെ ജീവിതത്തിൽ ഏത് പ്രയാസത്തിലൂടെയും ഭാരത്തിലൂടെയും കടന്നുപോയാലും വെടിയിപ്പാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഇന്ന് പകൽക്കാലം ജീവിതം ആരംഭിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ദൈവീയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്നതിൻ്റെ ജനതയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും നന്നായി അറിയാവുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയായി എല്ലാം ഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. മഹത്വം കർത്താവ് എടുത്തായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.